നമസ്കാരം. നോട്ടിനായുള്ള നെട്ടോട്ടത്തിലാണ് കേരളം. ഇതോടെ കേരളത്തിലെ കുടുംബങ്ങളിൽ പുതിയൊരു ജീവിതശൈലി രോഗം പിടിപെട്ടിരിക്കുന്നു. ഭർത്താവ് അർദ്ധരാത്രി എഴുന്നേറ്റ് ATMകളിലേക്ക് പോകുന്നു. ഭാര്യ പുലർച്ചെ ബാങ്കിന്റെ നട തുറക്കും മുമ്പേ ബാങ്കിലേക്ക് പോകുന്നു. കുട്ടികൾ പോക്കറ്റ് മണിക്കുള്ള നോട്ട് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് നോട്ട് എഴുതാതെ തോന്നുമ്പോൾ സ്കൂളിൽ പോകുന്നു. വലിയൊരു സാമൂഹിക പ്രശ്നമായി വളരുന്ന ഈ നോട്ട് കേടിൽ നിന്ന് എത്രയും വേഗം കേരളത്തെ രക്ഷിക്കണമെന്ന് മോദി ആദികളോടെല്ലാം അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളിലേക്ക്. അവസാനം കടുത്ത ആകാംക്ഷയ്ക്കും കാത്തിരിപ്പിനും ഒടുവിൽ 2000ന്റെ ഒരു പുത്തൻ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പുലിമുരുകനിലെ കാട്ടുമൂപ്പനെ പോലും തോൽപ്പിക്കുന്ന വിഡൽസാണ് മോദി ഭക്തരായ പാണന്മാർ ഈ നോട്ടിനെ കുറിച്ച് പാടി നടക്കുന്നത്. GPS മാപിനിയും ബയോമെട്രിക് സെൻസറും മുതൽ ജനറേറ്ററും സ്റ്റെബിലൈസറും ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലും വരെ പുതിയ പുത്തനിലുണ്ടെന്നാണ് അവകാശവാദങ്ങൾ. പക്ഷെ കേട്ടറിവിനേക്കാൾ വലുതാണ് ഈ നോട്ട് എന്നതാണ് സത്യം. ഞങ്ങളുടെ അന്വേഷണത്തിലും അതിൽ കുറെയൊക്കെ ശരിയുണ്ടെന്ന് മനസ്സിലായി. സംഗതി കണ്ടാൽ ഒരു ലുക്കില്ലെങ്കിലും നോട്ടിന്റെ മൂല്യം 2000 തന്നെയാണ്. ആ ക്യാമറ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് പ്രേക്ഷകരെ ഇതൊന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ഈ നൂറ്റാണ്ടിന്റെ തന്നെ ഒരു കറൻസിയാണല്ലോ. ഇതാ ഈ ഭാഗം കണ്ടോ, ഈ ഒരു 6 അടയാളങ്ങൾ, ഈ ഭാഗത്താണ് നാനോ ചിപ്പുകൾ നിരനിരയായി ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ അഭിമാനമായ മംഗൾയാന്റെ ചിത്രമാണ്. ഈ ചിത്രത്തിലെ ഈ കാണുന്ന സോളാർ പാനലുകളാണ് നോട്ടിലെ ചിപ്പുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. 120 അടി വരെ താഴ്ചയിൽ കുഴിച്ചിട്ടാൽ പോലും നോട്ടിലെ ചിപ്പുകൾ പ്രസരിപ്പിക്കുന്ന വികിരണങ്ങൾ വഴി പണം എവിടെയാണെന്ന് കണ്ടെത്താനാവും. അതുകൊണ്ട് കള്ളപ്പണക്കളി ഇനി നടക്കില്ല. അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഈ നോട്ടിന്റെ നാനോ ചിപ്പുകളെ പ്രവർത്തിപ്പിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തിൽ നിന്നും 2 അടി മാറ്റി പിടിച്ചുകൊണ്ട് വേണം നോട്ടുകൾ എണ്ണാൻ. ഈ സമയം 5 വയസ്സിൽ താഴെയുള്ള കൊച്ചുകുട്ടികളെ അടുത്തു നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നോട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴുണ്ടാകുന്ന അണുവികിരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. GPS മാപിനിയുള്ള നോട്ടായതിനാൽ ഇതുപയോഗിച്ച് ബീഫ് വാങ്ങിയാൽ നോട്ടിലെ സെൻസറുകൾ സ്വയം പ്രവർത്തിക്കുകയും നോട്ട് കത്തി ചാമ്പലാവുകയും ചെയ്യും. മാത്രമല്ല, ഈ സമയം നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ അടിയന്തര അപായ സന്ദേശം അറിയിച്ച് മണി മുഴങ്ങുകയും ചെയ്യും. നോട്ടിൽ യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ ബഫർ ചെയ്യുന്നു എന്ന പരാതി ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടാകും. എന്നാൽ ജിയോ സിം ഉപയോഗിച്ച് നോട്ടിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. പിന്നെയും തുടരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോംവഴി അടുത്ത മൻ കി ബാത്തിൽ മോദി തന്നെ നേരിട്ടെത്തി വിശദീകരിക്കുന്നതാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇത് ഏറെ നേരം ഉപയോഗിച്ചാൽ ഇൻഡക്ഷൻ കുക്കറായും ചൂട് കുറയുമ്പോൾ അയേൺ ബോക്സായും ഉപയോഗിക്കാം എന്ന് കരുതുന്ന മോദി ആരാധകരും ഉണ്ട്. പുതിയ നോട്ടിന് USB പോർട്ട് ഉള്ളതിനാൽ പെൻഡ്രൈവ് കുത്താമെങ്കിലും CD ഡ്രൈവ് ഇല്ലാത്തത് ഒരു പോരായ്മയായി കേരള ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പക്ഷേ CD സാങ്കേതിക വിദ്യ കാലഹരണപ്പെട്ടതാണെന്നും അടുത്ത സീരീസ് നോട്ടുകളിൽ ബ്ലൂറേ ഡ്രൈവുകൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം ഇതിലെ സാങ്കേതിക പ്രത്യേകതകളാണ്. ഇനി നോട്ടിലെ രാഷ്ട്രീയ സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പതിവ് പോലെ നോട്ടിൽ ഗാന്ധിജി ചിരിക്കുന്നുണ്ട്. പഴയ 1000ന്റെ നോട്ടിൽ ഇങ്ങനെ ഇടത്തോട്ട് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിൽ പുതിയ പുത്തനിൽ ഗാന്ധിജി നോക്കുന്നത് വലത്തോട്ടാണ്. ഇന്ത്യയിലെ മാറിയ വലതുപക്ഷ രാഷ്ട്രീയ പരിസരമാണോ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയേണ്ടത് നരേന്ദ്രഗാന്ധിയാണ്. അടുത്തത് പ്രശസ്തമായ ഈ നോട്ടിലെ ഒഴിച്ചിട്ടിരിക്കുന്ന ഈ ഭാഗമാണ്. 2000ന്റെ നോട്ടിലും അത് അങ്ങനെ തന്നെ തുടരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ നോട്ടിലൊരു കഥ ഉണ്ട്. ഈ നോട്ടിന്റെ കഥ എന്ന് പറഞ്ഞാല് ഇതാരാണ് ഇതിന്റെ അകത്ത് കാണുന്നത്?
ഈ ഇമ്പക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യക്കാർ നോട്ടിറക്കാൻ തീരുമാനിച്ചപ്പോ എന്റെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ കൊടുക്കാൻ ഞാൻ ചോദിച്ചെന്തിനാ നോട്ടിന്റെ അകത്ത് അച്ഛേ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പ്രശസ്തി ഞാൻ താല്പര്യപ്പെടുന്നില്ല അത് സമ്മതിക്കില്ല ഞാൻ തരൂല ഫോട്ടോ തരൂല അർത്ഥം മുറിച്ചാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു നിന്നെക്കാട്ടും കുറച്ചുകൂടി യോഗ്യതയുള്ള ആള് മൂപ്പര വെച്ചടിച്ചോളി അങ്ങനെ ഈ മനുഷ്യനെ വെച്ച് അങ്ങോട്ട് അടിച്ച് ഇവരെന്താ എന്റെ ഫോട്ടോ വേണമെന്ന് വാശിരിച്ചിന് ഇത് ചെലവാവണ്ടേ ഇവരെന്താ ഐഡിയ ചെയ്തെന്നറിയാം ഇവര് ചെയ്ത ഐഡിയ എന്നാണ് ഇത് കണ്ടില്ലേ ഈ നോട്ടിന്റെ ഭാഗത്ത് കണ്ടില്ലേ ഒരു ഭാഗത്ത് ഒരു ഒരു ഒഴിവ് ഈ ഒഴിവ് എന്തിനാ ഇട്ടെന്നറിയോ ഞാൻ ഏതെങ്കിലും കാലത്തിന്റെ ഫോട്ടോ കൊടുക്കുകയാണ് ഇവിടെ വെച്ചടിക്കാൻ ഞാൻ അന്ന് കൊടുക്കുകയാണ് എന്ന് അടിച്ചു വരും. ഈ ചിഹ്നം എല്ലാവരും കണ്ടു കാണുമല്ലോ. ഈ ചിഹ്നം എല്ലാവരും കണ്ടു കാണുമല്ലോ. എല്ലാവർക്കും പരിചയമുള്ള ഒരു ചിഹ്നമാണ് ഇത്. സ്വച്ഛ് ഭാരത് പരിപാടിയുടെ ചിഹ്നമാണ്. നോട്ടിൽ സ്വന്തം പേരും കാമുകിയുടെ പേരും ഹൃദയ ചിഹ്നങ്ങളും കണക്കുകളും കുറിപ്പുകളുമൊക്കെ കുത്തിവരച്ച് വൃത്തികേടാക്കുന്നവരെ കൂടി ഉദ്ദേശിച്ചാണ് സ്വച്ഛ് ഭാരത് ചിഹ്നം അച്ചടിച്ചിരിക്കുന്നത്. നോട്ട് കള്ളനോട്ടാണോ നല്ലതാണോ എന്നറിയാൻ ബാങ്കിലൊന്നും പോകണമെന്നില്ല. അത് എല്ലാവർക്കും സ്വയം തിരിച്ചറിയാം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഈ കണ്ണട കണ്ടോ? ഈ കണ്ണടയിൽ മുട്ടുമ്പോൾ ചില്ല് പൊട്ടിയാൽ നോട്ട് കള്ളനാണെന്നും പൊട്ടാതിരുന്നാൽ നല്ലതാണെന്നും തിരിച്ചറിയാം. കമന്നു വീണാൽ കാപ്പണം എന്ന് കരുതുന്ന കോൺഗ്രസുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ കമഴ്ന്നു വീണാൽ കമാന്നൊരക്ഷരം മിണ്ടാനാകും മുമ്പ് കരണ്ടടിച്ച് കരിഞ്ഞു പോകാനുള്ള കടുത്ത കണ്ടെത്തലുകളാണ് ഈ നോട്ടിന്റെ കാതൽ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതേവരെ ഇതൊന്നും നടക്കില്ലെന്ന് കരുതി ഇത് കേട്ടിരിക്കുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുപ്പൽ തൊട്ട് നോട്ടെണ്ണുന്ന വൃത്തികെട്ട ശീലമുള്ളവർ 100ന്റെ നോട്ടുകൾ തന്നെ തുടർന്നും ആശ്രയിക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം തുപ്പലിന്റെ ഈർപ്പം കൊണ്ട് പുതിയ നോട്ടിൽ നിന്നും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. നോട്ടിന്റെ ഒരുപാട് വിവരങ്ങൾ ഇനിയും പറയാനുണ്ട്. അത് നാളത്തേക്ക് മാറ്റാം.